എറണാകുളത്ത് അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം. ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. മഹാരാജാസിലെയും ലോ കോളേജിലെയും 8 SFI വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികൾ അനാവശ്യമായി പ്രകോപനമുണ്ടാക്കിയെന്ന് അഭിഭാഷകർ ആരോപിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഇങ്ങനൊരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുണ്ടായ സാഹചര്യം? ആർക്കെങ്കിലുമെതിരെ പോലീസിന്റെ നടപടി ഉണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. എറണാകുളം ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷന്റെ പ്രചരണ ദിനമായിരുന്നു ഇന്നലെ, സ്ഥാപക ദിനമായിരുന്നു ഇന്നലെ. അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികൾ കോടതിയിൽ നടക്കുകയായിരുന്നു. DJ അടക്കമുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലേക്ക് എറണാകുളം മഹാരാജാസ് കോളേജിലെയും അതോടൊപ്പം തന്നെ ലോ കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി അത് സംഘർഷത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് മറ്റൊരു കാര്യമാണ്. പുറത്തുനിന്ന് വിദ്യാർത്ഥികളെ അനാവശ്യമായി പ്രകോപിച്ച അഭിഭാഷകർ എന്ന തരത്തിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഏകദേശം 16ഓളം പേർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. വിദ്യാർത്ഥികളും അഭിഭാഷകരും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം ഇത് പിടിച്ചുമാറ്റാൻ ചെന്ന 3 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ACPയുടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒരുപക്ഷെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് എറണാകുളത്ത് ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികളും ഈ പുറത്തുനിന്നുള്ള ആളുകളും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ SFI പ്രവർത്തകർക്ക് തലക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അനാവശ്യമായി SFI പ്രവർത്തകർ പ്രകോപനം ഉണ്ടാക്കിയെന്നാണ് അഭിഭാഷകരുടെ വാദം. പക്ഷേ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഒരു കാര്യവുമില്ലാതെ അഭിഭാഷകർ തങ്ങളെ മദ്യപിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് SFI പ്രവർത്തകർ പറയുന്നത്. ഈ പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിലും അതോടൊപ്പം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലുമായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്.